കള്ളു കുടിച്ചിട്ടില്ലേ? അതല്ല, കല്ലറയുടെ അടുത്ത് ആരോ നിൽക്കുന്നു. എവിടെ? അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടതാ. വെറുതെ കിട്ടുന്ന വെച്ച് മൂക്കറ്റം കയറ്റരുത്. കള്ളു കുടിച്ചിട്ട് പിച്ചും പേയും പറയുന്നു. ഇത് പിച്ചല്ല, പേയ്താൻ. ഇനി യക്ഷി വേഷം കളഞ്ഞിട്ട് ആ സാക്ഷി സദാനന്ദൻ യക്ഷന്റെ വേഷം കെട്ടിയതാണെങ്കിലോ? നീ എന്തിനാണ് വേഷം മാറി അവിടെ പോയി നിന്നത്? ഞാനല്ല, അവിടെ ഒരു വെളുത്ത രൂപം. ഞാൻ പറഞ്ഞില്ലേ? അനന്തൻ അല്ലേ? ഞാൻ മോഹനവർമ്മ. നിങ്ങൾ മരിച്ചു എന്ന് കരുതിയ മോഹനവർമ്മ. സ്വയം നിയന്ത്രിച്ച് ചികിത്സയ്ക്ക് വിധേയനായി കഴിഞ്ഞിരുന്ന ഞാൻ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്. സ്നേഹം നടിച്ച് ഹോസ്പിറ്റലിൽ എന്നെ കാണാനെത്തിയ മഹാദേവ ഓർമ്മയുടെ നിർദ്ദേശമനുസരിച്ച് മരുന്നിനോടൊപ്പം എനിക്ക് തന്നിരുന്നത് മയക്കുമരുന്നുകൾ തന്നെയായിരുന്നു എന്ന്. അതറിഞ്ഞ ദിവസം ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി. പിന്നെ ഞാൻ എത്തിപ്പെട്ടത് ഒരു ആശ്രമത്തിലായിരുന്നു. ഓർമ്മകളെല്ലാം മറഞ്ഞു പോകാൻ തുടങ്ങിയ എന്റെ തലച്ചോറിലേക്ക് എല്ലാം തിരിച്ചു കൊണ്ടുവന്നത് ആശ്രമത്തിലെ ചികിത്സയും ധ്യാനവുമായിരുന്നു. ഇപ്പോ നീ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന സന്തോഷം മാത്രമേ ബാക്കിയുള്ളൂ. നന്ദിയുണ്ട് ഇത്രയും കാലം എന്നെ കാത്തിരുന്നതിന്, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്റെ ആയുസ് കൂട്ടി തന്നതിന്. അനന്ത, ആരും ഇല്ലാത്തവരെയൊക്കെ കാത്തിരക്ഷിച്ചതിന് എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. സത്യത്തിൽ നന്ദി പറയേണ്ടത് ഞാനല്ലേ തമ്പുരാനെ. സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഈ കൊട്ടാരത്തില് കുറച്ചു ദിവസമെങ്കിലും താമസിക്കാൻ കഴിഞ്ഞു തന്നെ ഒരു മഹാഭാഗ്യം. ഇനി നിങ്ങളെ ഇവിടുന്ന് ആരും ഇറക്കി വിടില്ല. ആശിച്ചതുപോലെയൊക്കെ നടക്കുകയും ചെയ്യും. എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് തീർച്ചപ്പെടുത്തിയതൊക്കെ ഈശ്വരൻ തിരിച്ചു തന്നപ്പോ സന്തോഷായില്ലേ? പിന്നെ നിങ്ങളുടെയൊക്കെ ഈ ഒത്തുചേരലിനൊരു നിമിത്തമാവാൻ കഴിഞ്ഞു തന്നെ സന്തോഷം. കഴിഞ്ഞതൊക്കെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മകളായിട്ട് അങ്ങോട്ട് മറക്കുക. ഇനിയിപ്പോ അതിന് രോഹിണിയും കൂട്ടിനുണ്ടാവുമല്ലോ. അനന്ത, എത്ര ശ്രമിച്ചിട്ട് മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകൾ എന്റെ മനസ്സിൽ കിടന്ന് നേറുന്നുണ്ട്. അതടങ്ങണമെങ്കിൽ എനിക്ക് ചിലത് ചെയ്തു തീർക്കണം. അതിന് അനന്തന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. അനന്തനോട് എനിക്ക് ചിലത് പറയാനുണ്ട്. വരൂ. കാര്യസ്ഥൻ കേറി കേറി കൊട്ടാരത്തിലായോ പൊറുതി? ഇവനോടൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? വായേട്ടാ. ചന്ദനോ മഹാഗണോ ഒക്കെ അവിടെ നിൽക്കെ, അകത്തേക്ക് കയറാൻ വരട്ടെ. ആരാ അകത്ത് ആരാ പുറത്തെന്ന് നമുക്ക് കാണാം. വിളിക്കണം എന്റെ റിസീവറെ.
എടുത്ത് കൊടുക്കണോ കടലാസ്? റിസീവർ സാർ ശരിക്കൊന്ന് കാണട്ടെ. ഈ കൊട്ടാരത്തിന്റെ അവകാശികൾ എന്ന നിലയ്ക്ക് മഹാദേവവർമ്മയ്ക്കും നന്ദനവർമ്മയ്ക്കും ഇതിനകത്ത് പ്രവേശിക്കാനും അനുഭവങ്ങൾ എടുക്കാനുള്ള കോർട്ട് ഓർഡർ. അതുമാത്രമല്ല, റിസീവർ ഭരണം ഏൽക്കുമ്പോൾ കൊട്ടാരത്തിലുണ്ടായിരുന്ന സാധനങ്ങളുടെ ലിസ്റ്റാണ്. റിസീവറുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് പരിശോധിക്കണം. ആവാം. അതിനു മുമ്പ് പുതിയ അവകാശികൾ ഒന്നറിഞ്ഞാൽ കൊള്ളാം. ഈ ലിസ്റ്റിൽ പെടാത്ത കൊട്ടാരത്തിൽ ഏറ്റവും വിലപ്പെട്ടതൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞിട്ട് പോരെ പരിശോധന? പക്ഷെ നിങ്ങളുടെ കർമ്മദോഷം കൊണ്ടും ഈ കൊട്ടാരത്തിന്റെ സുഹൃതം കൊണ്ടും അതിവിടെ തിരിച്ചെത്തി. കൊട്ടാരം വെട്ടിമുറിച്ച് പങ്കിട്ടെടുക്കുന്നതിന് മുമ്പ് അതെന്താണെന്ന് അവകാശികളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ജസ്റ്റ് എ മിനിറ്റ്. എക്സ്ക്യൂസ് മീ രാജ ബ്രദേഴ്സ്, ഈ കൊട്ടാരത്തിന്റെ അവകാശം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് പ്ലാൻ? മ്യൂസിയം, ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ ഓർ പ്രൈവറ്റ് റെസിഡൻസ്? നിങ്ങൾക്ക് ഒരു പുല്ല് അറിഞ്ഞു തുടങ്ങി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാണ് പ്ലാൻ. ഐ ആം സോറി, റിയലി സോറി. ഞാൻ മരിച്ചിട്ടില്ല. നിങ്ങളെയൊക്കെ നിരാശപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. കാലുകൾ തളരുന്നുണ്ടെങ്കിൽ തമ്പുരാക്കന്മാർക്ക് അകത്തോട്ടിരിക്കാം. തൊണ്ട വരളുന്നുണ്ടെങ്കിൽ കുടിക്കാൻ കരിക്കും വെള്ളമോ സംഭാരമോ തരാം. ഒരുപാട് പേരെ വെള്ളം കുടിപ്പിച്ചതല്ലേ, അല്പം തൊണ്ട വരണ്ടാലും കുഴപ്പമില്ല, വരളട്ടെ. കൃത്യസമയത്ത് തന്നെ സന്തോഷമായി. പിന്നെ മോഹനവർമ്മയും നമ്മെ തെറ്റിക്കാൻ ഇവർ പലതും പറഞ്ഞെന്നിരിക്കും. അതൊന്നും വിശ്വസിക്കരുത്. അതെ, റിസീവറായി വന്ന് ഇയാൾ കൊട്ടാരത്തിൽ കാണിച്ച അക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് മോഹനവർമ്മയ്ക്ക് അറിയോ? അറിയാം. ആ ധാരണകളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. തമ്പുരാനും തമ്പുരാട്ടിയും മരിച്ചപ്പോ മോഹനവർമ്മ വന്നിട്ടേ അടക്കം ചെയ്യാവൂ എന്ന് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചത് ഞങ്ങളാ. നിർത്തൂ. മരിച്ചതല്ല, കൊന്നതല്ലേ നിങ്ങൾ? എന്തിനായിരുന്നു ഇത്രയും ക്രൂരത? പണത്തിന് വേണ്ടിയോ? പ്രതാപത്തിന് വേണ്ടിയോ? പറയൂ. എന്നിട്ടിപ്പോ ഞാനും മരിച്ചു എന്ന് നിങ്ങളൊക്കെ വരുത്തി തീർത്തു അല്ലേ? ഈ കൊട്ടാരവും സ്വത്തും എല്ലാം നിങ്ങൾ എടുത്തോളൂ. പകരം നിങ്ങൾ കൊന്നു കളഞ്ഞ എന്റെ അച്ഛനമ്മയും തിരിച്ചു തരാമോ? മോഹനവർമ്മ, ഞാൻ ഒരക്ഷരം ശബ്ദിക്കരുത്. നിങ്ങൾക്കറിയാമോ, ഇവളുടെ മുഖം ഞാൻ കാണുന്നതിന് മുമ്പാണ് നിങ്ങളെ ഞാൻ കണ്ടിരുന്നതെങ്കിൽ രണ്ടുപേരും ഇന്ന് ജീവനോടെ ഇരിക്കില്ലായിരുന്നു. പക്ഷേ നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. നീ ഞൊട്ടും മയക്കുമരുന്ന് കഴിച്ച് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത നിന്റെ വാക്ക് ഏത് പുല്ലം കേൾക്കാനാ? തന്നെ പോലത്തെ ഒരു പുല്ലം കേൾക്കില്ലായിരിക്കും, പക്ഷെ മുകളിലിരിക്കുന്ന ഈശ്വരൻ അത് കേട്ടടോ. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ കൂടി ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും റെയിൽവേ ട്രാക്കിൽ കിടന്ന് മരിച്ചിട്ടും ശേഷക്രിയ നടത്തിയിട്ട് പോലും മോഹനവർമ്മ തിരിച്ചു വന്നത്. ഓക്രത്തരം പറയുന്നോടാ തെണ്ടി. ഇനി ഇവിടെ നിന്ന് വിശുദ്ധനാവാൻ ശ്രമിച്ച അടിജന്റെ പല്യങ്ങളെയും. ഇവനോട് എന്തിനാ സംസാരിക്കുന്ന ചേട്ടാ? നമുക്ക് പോകാം. അങ്ങനെ പോയാലോ? ചിത്തിരപുരം കൊട്ടാരത്തിലെ വലിയ തമ്പുരാന്റെയും അമ്മ തമ്പുരാട്ടിയുടെയും കൊലപാതകത്തെ കുറിച്ച് തമ്പുരാക്കന്മാരൊന്നും പറഞ്ഞില്ലല്ലോ. മോഹനവർമ്മയ്ക്ക് അതൊക്കെ ഒന്ന് അറിയണ്ടേ? ആ കൊലപാതകം ഞങ്ങളും തമ്മിൽ എന്ത് ബന്ധം? പൊതുജനത്തിന്റെയും പോലീസിന്റെയും കണ്ണിൽ ബന്ധമില്ലായിരിക്കാം, പക്ഷെ ആരും കാണാത്തൊരു കണ്ണിയുണ്ട്. ആരുടെയും കണ്ണിൽ ഒരിക്കലും പെടില്ല എന്ന് കരുതി ആവശ്യം കഴിഞ്ഞ് നിങ്ങൾ വലിച്ചെറിഞ്ഞ കണ്ണി ചെന്ന് വീണത് ഈ മോഹനവർമ്മ തമ്പുരാന് മുമ്പിലാ. കണ്ണിയും കണ്ണി വാങ്ങി ഞങ്ങൾക്കെതിരെ തെളിവുണ്ടോ നിന്റെയൊക്കെ കയ്യിൽ? ഉണ്ടോ? എക്സ്ക്യൂസ് മീ സർ, 1 സെക്കൻഡ്. ഓക്കെ. രണ്ടുപേരും മറന്നു കാണില്ല അവന്. 10-15 വർഷക്കാലം നിങ്ങളുടെ വിശ്വസ്തനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്ന ഡ്രൈവർ വിശ്വനാഥൻ. യജമാനന്മാർ പറയുന്ന എന്തും എതിർവാക്കില്ലാതെ അനുസരിച്ചിരുന്ന വളർത്തു നായ. തമ്പുരാനെയും തമ്പുരാട്ടിയും കൊല്ലാൻ നിങ്ങൾ വലിയൊരു തുക വാഗ്ദാനം ചെയ്ത് ഇയാളെ കൊണ്ടത് ചെയ്യിച്ചില്ലേ? ഒടുവിൽ രക്തം പുരണ്ട കത്തിയും പേടിച്ചിരണ്ട മുഖവുമായിട്ട് ഇയാൾ വന്നപ്പോ നിങ്ങൾ ഇയാളെ പണം കൊടുക്കാതെ ചതിച്ചു. പണം കിട്ടണമെങ്കിൽ ബാംഗ്ലൂരിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന മോഹനവർമ്മയെ കൂടി കൊല്ലാൻ നിങ്ങൾ ഇയാളെ നിർബന്ധിച്ചു. താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ വിശ്വനാഥൻ ഒടുവിൽ നാട് വിട്ടു. അല്ല ഞാൻ മിണ്ടരുത്. അല്ലേ വിശ്വനാഥ? അതെ, എന്റെ കുടുംബം തകർത്ത ദ്രോഹിയാണ് ഞാൻ. തമ്പുരാക്കന്മാർക്ക് ഇനിയും വേണോ തെളിവുകള്? ഒടുവിൽ വിശ്വനാഥൻ ചെന്ന് പെട്ടത് ഈ മോഹനവർമ്മ തമ്പുരാന്റെ മുമ്പിൽ തന്നെയായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങുകയും ചെയ്തു. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. കുറ്റം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. യെസ്, ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു സെക്ഷനിലും നിങ്ങളെ രക്ഷിക്കാൻ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കില്ല. കാരണം ഈ കേസ് കോടതിയിൽ വാദിക്കുന്നത് ഞാനായിരിക്കും, അഡ്വക്കേറ്റ് അനന്ത പത്മനാഭൻ. തമ്പുരാക്കന്മാരെയൊക്കെ പ്രതിക്കൂട്ടി കയറ്റി നിർത്തി നക്ഷത്രക്കാലെണ്ണി ചാണ്ടം കീറി അഴിയെണ്ണിക്ക് ഞാൻ.
അല്ല ഇവിടെ ഒരു ഒത്തുതീർപ്പ് ഉർവീസേ, ഈ കേസിൽ മാത്രം തമ്പുരാക്കന്മാർക്ക് ഒത്തുതീർപ്പില്ലടാ. ചന്ദന ഓ. കുറച്ചു കാലം ഞാനിവിടെ ഇല്ലാതെ പോയത് കൊണ്ടാണ് നിങ്ങളുടെ കേസ് ഇത്രയും നീളാൻ കാരണം. നാട്ടുകാരനെ ഒത്തുതീർപ്പ് വക്കീലെന്നൊക്കെ വിളിച്ച് കളിയാക്കുമെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒത്തുതീർപ്പിന്റെ ഗുണം. അനന്ത പത്മനാഭ ഓ, അനന്ത ആ കർത്താവേ നമ്മൾ രക്ഷപ്പെട്ടു വക്കീലേ. മിനിമം 1 വർഷത്തേക്ക് ഞം സുഖം. എങ്ങനെ? അഡ്വക്കേറ്റ് അനന്ത പത്മനാഭനെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിന്റെ റിസീവറായി സർക്കാർ നിയമിച്ചിരിക്കുന്നു. ദേ ഞാനില്ല സ്വാമി. ഞാനുണ്ട് സ്വാമി.